എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ കുറേ നാളുകൾക്ക് ശേഷം വീണ്ടും സ്ത്രീധനവുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങൾ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ്. കഴിഞ്ഞ ദിവസം പന്തീരങ്കാവിലെ ഒരു പെൺകുട്ടി ഭർത്താവിന്റെ വീട്ടില് ക്രൂരമായി മർദ്ദനത്തിനിരയായ കഥകൾ അവർ തന്നെ കൃത്യമായി മാധ്യമങ്ങളിൽ വന്ന് തുറന്നു പറഞ്ഞ സാഹചര്യം ഉണ്ടായി. ഇത്തരത്തിൽ ഒരുപാട് ഇൻസിഡന്റ് നമുക്ക് ചുറ്റും നടക്കുന്നുണ്ട്. ഒരുപക്ഷെ നമ്മൾ കണ്ടിട്ടും കാണാത്തതുപോലെ നടിക്കുന്നതാവാം, അല്ലെങ്കിൽ അതിനെല്ലാം വളരെ ലാഘവത്തോടെയാണ് നമ്മൾ സ്വീകരിക്കുന്നത്. സ്ത്രീധനം എന്ന് പറയുന്നത് ഒരു സാമൂഹ്യ വിപത്തായിട്ടാണ് 19ാം നൂറ്റാണ്ടിലെ നവോത്ഥാന നേതാക്കന്മാര് കണക്കാക്കുന്നത്. ഒരു സോഷ്യൽ ഈവിൽ എന്ന ഒരു കോൺസെപ്റ്റിന്റെ അകത്താണ് സ്ത്രീധനത്തെ അവരെ കൊണ്ടെത്തിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് സ്ത്രീധന നിരോധന നിയമത്തിന്റെ പ്രസക്തിയെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നത്. സ്ത്രീധനം കൊടുക്കുന്നതും വാങ്ങുന്നതും നിയമം മൂലം അവസാനിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സ്ത്രീധന നിരോധന നിയമം ഡൗറി പ്രൊഹിബിഷൻ ആക്ട് 1961 നിലവിൽ വന്നിരിക്കുന്നത്. സ്ത്രീധനത്തെ ഏത് രൂപത്തിൽ കൈമാറ്റം ചെയ്യുന്നുവോ അതെല്ലാം ഈ നിയമത്തിന്റെ പരിധിയിൽ വരുന്നു. സമ്മാനമായിക്കൊള്ളട്ടെ, ദക്ഷിണ ആയിക്കൊള്ളട്ടെ, കന്യാദാനം ആയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ സാധാരണഗതിയിൽ പറയുന്ന പോലെ അറിഞ്ഞു കൊടുക്കുന്ന ഏർപ്പാടായിക്കൊള്ളട്ടെ, എന്തു ആയിക്കൊള്ളട്ടെ, അതെല്ലാം ഈ നിയമത്തിന്റെ പരിധിയിൽ വരുന്നു. പ്രധാനമായും പറഞ്ഞു വെക്കുന്നത് സ്ത്രീധനം എന്ന കോൺസെപ്റ്റിനെ ഒരിക്കലും നിയമവിധേയമാക്കാൻ പറ്റില്ല എന്നതാണ്. ഇതാണ് വസ്തുത, ഇതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. സ്ത്രീധനത്തിന്റെ വലുപ്പമാണ് ആഭിജാത്യത്തിന്റെയും അഭിമാനത്തിന്റെയും മാനദണ്ഡം എന്ന മിഥ്യാധാരണയാണ് നമുക്ക് എല്ലാവർക്കും ഉള്ളത്. ഈ ആക്ട് പ്രകാരം വധുവിൽ നിന്നോ വധുവിന്റെ മാതാപിതാക്കളിൽ നിന്നോ ബന്ധുമിത്രാദികളിൽ നിന്നോ വരനോ വരന്റെ മാതാപിതാക്കളോ ബന്ധുമിത്രാദികളോ ഏതെങ്കിലും തരത്തിലുള്ള ഒരു വാല്യുബിൾ കൺസിഡറേഷൻ കൈപ്പറ്റിയാൽ, അത് സ്വർണമായിക്കൊള്ളട്ടെ, പണമായിക്കൊള്ളട്ടെ, സ്ഥലമായിക്കൊള്ളട്ടെ, കാർ ആയിക്കൊള്ളട്ടെ, TV ആയിക്കൊള്ളട്ടെ, ഫ്രിഡ്ജ് ആയിക്കൊള്ളട്ടെ, എന്തുമായിക്കൊള്ളട്ടെ, ഒരു വാല്യുബിൾ കൺസിഡറേഷൻ കൈപ്പറ്റിയാൽ ഈ ആക്ട് പ്രകാരം അത് പണിഷബിൾ ആണ്. ഈ കുറ്റത്തിന് 5 വർഷത്തിൽ കുറയാതെ തടവ് ശിക്ഷ ലഭിക്കുന്നു. ഒപ്പം 15,000 രൂപയിൽ കുറയാത്ത തുകയോ അല്ലെങ്കിൽ സ്ത്രീധന തുകയോ ഏതാണ് കൂടുതലെങ്കിൽ അത് പിഴയായി ചുമത്തണമെന്നാണ് ഈ നിയമത്തിൽ പറഞ്ഞു വെക്കുന്നത്. സ്ത്രീധനം വാങ്ങുന്നത് പോലെ തന്നെ കുറ്റകരമാണ് സ്ത്രീധനം ഡിമാൻഡ് ചെയ്യുന്നത്. പ്രത്യക്ഷമായിട്ടോ പരോക്ഷമായിട്ടോ വധുവിന്റെ ബന്ധുമിത്രാദികളോ വരന്റെ ബന്ധുമിത്രാദികളോ വരനോ വധുവോ മാതാപിതാക്കളോ ആരെങ്കിലും സ്ത്രീധനം ഡിമാൻഡ് ചെയ്യുകയാണെങ്കിൽ അത് ഈ ആക്ട് പ്രകാരം പണിഷബിൾ ആണ്. ഇത്തരത്തില് സ്ത്രീധനം ചോദിക്കുന്ന പക്ഷം 6 മാസത്തിൽ കുറയാതെ തടവ് ശിക്ഷയും 2 വർഷം വരെ നീണ്ടു നിൽക്കുന്ന തടവ് ശിക്ഷയും ലഭിക്കുന്നതാണെന്ന് ഈ ആക്ടില് പറഞ്ഞു വെക്കുന്നു. വളരെ ഗൗരവകരമായിട്ടുള്ള ഒരു കുറ്റകൃത്യമായിട്ടാണ് സ്ത്രീധനം കൊടുക്കുന്നതും വാങ്ങുന്നതും കണക്കാക്കപ്പെട്ടിരിക്കുന്നത്. നിലവിൽ നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് പെൺകുട്ടികൾ സ്ത്രീധനത്തിന്റെ പേരിൽ ക്രൂരമർദ്ദനങ്ങൾക്കിടയാകാറുണ്ട്. നമ്മുടെ പ്രിയ സഹോദരിമാരായ വിസ്മയയും ഉത്തരയും ഒക്കെ ഇതിന്റെ ഇരകളായിട്ട് നമ്മുടെ മുന്നിൽ ഇപ്പോഴും വളരെ ദുഃഖകരമായിട്ടുള്ളൊരു ചിത്രമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും ഒരുപാട് പെൺകുട്ടികളുടെ ജീവിതം ഈ ഒരു കാര്യത്തിൽ ചോദ്യചിഹ്നമായി നിൽക്കുകയാണ്. സ്ത്രീധനം വാങ്ങുന്നതും നൽകുന്നതും കുറ്റകരമാണ് എന്നത് ഒരിക്കലും ലഘൂകരിക്കാതെ, വളരെ ലാഘവത്തോടെ കാണാതെ, വളരെ സീരിയസ് ആയിട്ട് കാണാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കണം. സ്ത്രീധനം നൽകില്ല അല്ലെങ്കിൽ സ്ത്രീധനം വാങ്ങില്ല എന്ന ദൃഢമായ പ്രതിജ്ഞ ചെയ്യാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു.